സീ ലെവലിൽ നിന്നും 3500 മീറ്റർ ഉയരത്തിലാണ് ലേ സിറ്റി. അതുകൊണ്ട് ഇവിടെ ഓക്സിജൻ ലെവൽ കുറവാണ്. അതുമായിട്ട് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മിനിമം ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം. കാരണം ഇനി ഇതിനേക്കാൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്ത് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ആദ്യം തന്നെ ലേ മാർക്കറ്റിൽ പോയി ഒരു ടിബറ്റൻ ഫ്ലാഗ് വാങ്ങിച്ച് അത് ബൈക്കിൽ കെട്ടി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഹോം സ്റ്റേ. ആദ്യം ലേ പാലസിലേക്കാണ് പോയത്. മിക്കവാറും ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ലേ സിറ്റിയോട് ചേർന്ന് തന്നെയാണ്. 17-ാം നൂറ്റാണ്ടിൽ ലഡാക്കിലെ രാജാവാണ് ഈ പാലസ് നിർമ്മിച്ചത്. 9 നിലകളിലായി കല്ലും മണ്ണും മരവും ഉപയോഗിച്ച് ഒരു മലയുടെ മുകളിലാണ് ഈ പാലസ് ഉള്ളത്. എ പ്രൈം എക്സാമ്പിൾ ഓഫ് ടിബറ്റോ ഹിമാലയൻ ആർക്കിടെക്ചർ. വളരെ ചെറിയ ഇടുങ്ങിയ വാതിലുകളും പടികളുമാണ് ഇവിടെ. ചുമരിൽ മാഞ്ഞുപോയ പെയിന്റിങ്സും കാണാം. ഈ ട്രിപ്പിൽ ഞാൻ ഏറ്റവും ടയേർഡ് ആയിട്ടുള്ള സ്ഥലമാണിത്, സെമോ മൊണസ്ട്രി. അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. മുതുകിലൊരു മരത്തിന്റെ പലക വെച്ച് അതിലാണ് ഇവർ കല്ല് കൊണ്ട് മുകളിൽ പോകുന്നത്. 12,139 ഫീറ്റ് മുകളിലാണിത്. ഈ ഓൾട്ടിറ്റ്യൂഡിൽ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. എങ്കിലും ടൈം എടുത്ത് റെസ്റ്റ് ചെയ്ത് മുകളിൽ കയറി ഇറങ്ങി. ലഞ്ച് കഴിഞ്ഞു പോയതും ഒരു മൊണസ്ട്രി കാണാനാണ്. എല്ലാ മൊണസ്ട്രികളും ഒരുപോലെ തന്നെ കുന്നിന്റെ മുകളിലാണുള്ളത്. ഇവിടെ എവിടെ നോക്കിയാലും ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇതൊരു പ്രെയർ വീലാണ്, ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ ഒരു പ്രാർത്ഥന ഉപകരണം. ഇതെന്താണെന്നും എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ക്ലോക്ക് വൈസിലാണ് ഇത് തിരിക്കേണ്ടത്. അത് കഴിഞ്ഞ് ശാന്തി സ്തൂപ കാണാൻ പോയി. പോകുന്ന വഴിയിൽ ക്രോഷ്യ വർക്ക് ചെയ്ത് വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പീസ് ആൻഡ് ഹാർമണി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ജാപ്പനീസ് ബുദ്ധിസ്റ്റുകളാണ് ശാന്തി സ്തൂപ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേ റൂമിൽ പോയി കുറച്ച് ടൈം റെസ്റ്റ് എടുത്തു. രാത്രി ആയപ്പോലെ മാർക്കറ്റിലേക്ക് ഇറങ്ങി. സ്റ്റേ ചെയ്യുന്ന റൂമിന്റെ അടുത്ത് തന്നെയാണ് മാർക്കറ്റ്. ഇവിടെ ഇന്ത്യൻസിനേക്കാളും ഫോറിനേഴ്സ് ആണ് കൂടുതലെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ടൈം ലേ മാർക്കറ്റിലിരുന്നു. അടുത്തൊരു മലയാളി ഹോട്ടൽ കണ്ടു. അവിടുന്ന് ഒരു ചായയും കുടിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നേരെ റൂമിലേക്ക് തിരിച്ചുപോയി.